എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ബീച്ചാണ്. ഇത് ഇവിടം വരെ ഇപ്പോൾ ടൈഡ്സ് അങ്ങോട്ട് പോയേക്കണെയാണ്. ലോ ടൈഡ് ആയതുകൊണ്ടാണ് ഇപ്പോൾ കടലിൽ ഇറങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടം വരെ ഇതിലും മേലെ വരെ വേവ്സ് വരണയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ കടലും മൈൻഡുമായിട്ടും ഒരു ഇതുണ്ടല്ലോ. ആ ഓഷ്യൻ്റെ ഡീപ്പ് പോകുന്തോറും ഭയങ്കര ശാന്തതയും, മുകളിൽ ഭയങ്കരമായിട്ട് തിരമാലകൾ കാരണം അത് തോട്ട്സായിട്ട് ഞാനിങ്ങനെ ഉപമിക്കാറുണ്ട്. ഭയങ്കര സ്കാറ്റേർഡ് തോട്ട്സ്. അപ്പോൾ ചിലവർക്ക് അല്ലെങ്കിൽ മിക്കവാറും എല്ലാവർക്കും സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നത് കുറച്ചൊരു പീസിന് വേണ്ടിയാണ്. പക്ഷേ സ്പിരിച്വൽ പ്രാക്ടീസൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും പീസ് കിട്ടുന്നില്ല, കൂടുതൽ സഫറിങ് ആണ് വരുന്നത്. അതെന്തുകൊണ്ടാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ തിരമാല ഉള്ളപ്പോൾ നമ്മൾ ഈ ചെളിയൊന്നും കാണാറില്ല. ഇവിടെ നല്ല ചെളിയാണ്. അപ്പോൾ തിരമാലയില്ല, വെള്ളം ഉള്ളിലേക്ക് വലിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ നടക്കുന്നത് ചെളിയിലാണെന്നുള്ളത് കാണും. അതേപോലെയാണ് നമ്മുടെ മനസ്സ് മാറി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ മനസ്സിൻ്റെ ടോപ്പ് ലെയർ മാറി നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിൻ്റെ ഉള്ളിലുള്ള കണ്ടൻസ് കാണാൻ തുടങ്ങും സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് നമുക്ക് സഫറിങ് കൂടുന്നത് സ്പിരിച്വൽ പ്രാക്ടീസിൽ ചെയ്ത് കഴിയുമ്പോൾ. നമ്മൾ നേരത്തെ അറിയില്ലാതെ ജീവിച്ചിരുന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൈൻഡിൻ്റെ ഫിയേഴ്സ്, ചില സബ് കോൺഷ്യസ് പാറ്റേൺസ്, അതെല്ലാം റിവീലായിക്കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ടാണ് നമുക്ക് മനസ്സമാധാനം എന്നുള്ളത് കിട്ടാത്തത്. നമ്മൾ ആദ്യം വിചാരിക്കും സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്താൽ കുറച്ച് മനസ്സമാധാനമൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ ഇതാണ് കാരണം. നമ്മൾ ഒരു ചെടിയുള്ളൊരു റൂമിൽ വെളിച്ചം വീണ എങ്ങനെയായിരിക്കും, അത് ചെടി കൂടുതലായിട്ട് കാണിക്കുമല്ലേ. അപ്പോൾ അത് നമ്മൾ കാണുന്നതുകൊണ്ടാണ് നമുക്ക് സഫറിങ് കൂടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. അതേപോലെ മൈൻഡിൻ്റെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. ഇതിപ്പോൾ അവിടെ ചെളിയായിരുന്നു, ഇവിടെ ഇച്ചിരി ചെളിയിൽ നിന്ന് പുറത്ത് വന്ന പോലെ തോന്നും. പക്ഷേ സ്റ്റിൽ നമ്മൾ മൈൻഡിൻ്റെ ഉള്ളിലാണ്. കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ചെളി വിടും. അപ്പോൾ ഇതിങ്ങനെ മാറി മറിഞ്ഞിരിക്കും. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്? ഈ ചെളി മൂടി ഇവിടെയൊക്കെ വൃത്തിയാക്കി അത് എന്തെങ്കിലും മണ്ണിട്ട് മൂടുക എന്നുള്ളതല്ലല്ലോ എൻ്റെ സൊല്യൂഷൻ നമ്മുടെ മൈൻഡാണ് ഈ ചെളി കാണിക്കുന്നത്. ഇതെല്ലാം മൈൻഡിൻ്റെ ഉള്ളിലാണെന്നും നമ്മുടെ ഈഗോ സെൽഫ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈഗോ സെൽഫും നമ്മളും ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ സഫറിങ് തീരുന്നത്. മൈൻഡിൽ കൂടെ നമുക്ക് ഒരിക്കലും പീസ് കിട്ടത്തില്ല. മൈൻഡിൻ്റെ കണ്ടൻറ്റ് എന്ത് തന്നെ ആയാലും, മൈൻഡ് എന്ത് തന്നെ കാണിക്കുന്നുണ്ടെങ്കിലും അതൊരു സൈലൻ്റ് വാച്ചറായിട്ട് അത് കാണാനുള്ള എബിലിറ്റി നമുക്കുണ്ടാവും. ആ എബിലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വൽ അവേക്കണിങ് അല്ലെങ്കിൽ എൻലൈറ്റൻമെൻറ്റ് എന്നൊക്കെ ആൾക്കാർ പറയുന്നത്. എനിക്കതിൻ്റെ ഫ്രാഗ്മെൻറ്റ്സേ കിട്ടിയിട്ടുള്ളൂ. അവിടെ ഇവിടെ ആയിട്ടുള്ള സത്യത്തിൻ്റെ ഫ്രാഗ്മെൻറ്റ്സ്, അതിൻ്റെ ഹോൾ ട്രൂത്ത് എനിക്കും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഫ്രാഗ്മെൻറ്റ്സ് കിട്ടിയത് കൊണ്ട് എനിക്ക് കുറച്ചൊക്കെ അറിയാം ഏത് പാതയിലാണ് പോകേണ്ടത്, ഏത് ഡയറക്ഷനാണ് റൈറ്റ്, ആരാണ് സത്യം പറയുന്നത്, ആരാണ് ജസ്റ്റ് ആൾക്കാരെ പറ്റിക്കുന്നത്. അങ്ങനെ ആ ഒരു ചെറിയ അവയർനെസ്, നമുക്കൊരു ഗ്ലിംസ് ഓഫ് ട്രൂത്ത് കിട്ടുമ്പോൾ, എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് അത് മനസ്സിലായി തുടങ്ങും. ആ ആൾക്കാരെ കാണുമ്പോൾ എങ്ങനെ അവർ സത്യമാണോ പറയുന്നത് എന്നുള്ളത്.
അപ്പോൾ ഞാൻ മിക്ക ദിവസവും വരുന്നതാണ് ഈ കടപ്പുറത്ത്. അപ്പോൾ ഇന്നിങ്ങനെ ഈ ഒരു മെസ്സേജ് ഷെയർ ചെയ്യാൻ എനിക്ക് തോന്നി. കാരണം എപ്പോഴും തോന്നും നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് പീസ് കിട്ടാത്ത, കൂടുതൽ ടെൻഷൻ വരുന്നു, അതെന്തുകൊണ്ടാണ്. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ കടൽ അവിടം വരെ തിരകളുണ്ടാവും. ഇതിപ്പോൾ ശരിക്കും ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുകയാണ് വേലിയിറക്കം. അതേപോലെയാണ് സ്പിരിച്വലി. ചില സമയത്ത് ഈ വേവ്സ് തിരിച്ച് വന്നിട്ട് മൈൻഡ് ഫുൾ നമ്മൾ മെട്രിക്സ് അല്ലെങ്കിൽ നമ്മൾ ഡ്രാമ കളിക്കണതിൽ ഇൻവോൾവ് ആവും. ആ ഇൻവോൾവ് ആകുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ കുറയും. ഇൻവോൾവ്മെൻറ്റ് നമ്മൾ അല്ലാത്ത സമയത്ത് നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊരു മൈൻഡിനെ മാറ്റി നിർത്തി ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ മൈൻഡിൻ്റെ ഡീപ്പ് ഇരിക്കുന്ന സാധനങ്ങൾ നമ്മൾ കാണുന്നത്. അതേപോലെ ഈ ലൈഫിൻ്റെ ഞാനിവിടെ വരുമ്പോൾ എപ്പോഴും ആലോചിക്കണേ, ഇതാണ് ഒരു ലൈഫിൻ്റെ ഫ്ലോ. എപ്പോഴും എബ് ആൻഡ് ഫ്ലോ എന്ന് പറയും. വേലിയേറ്റവും വേലിയിറക്കവും. ഈ ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിപ്പോൾ ഒരു എൻലൈറ്റൻഡ് ആളുടെ ജീവിതത്തിലും അത് തന്നെ ആയിരിക്കും സംഭവിക്കണം, അപ്പ് ആൻഡ് ഡൗൺ. പക്ഷെ അവരതിൽ പെട്ട് കിടക്കുന്നില്ല. അത് അവരുടെ ഈഗോ സെൽഫ് മാത്രമാണ് ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ പോകുന്നത്. അവർ വിറ്റ്നസ്സായിട്ട് അതെല്ലാം വാച്ച് ചെയ്യും. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ എന്ന് അറിഞ്ഞൂടാ, കാരണം ഇവിടെ നല്ല കാറ്റുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.